നമസ്കാരം. theborderofamind.com എന്ന വെബ്സൈറ്റിലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ വ്യാഖ്യാന പരമ്പരയുടെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ തവണ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയൊരു ബ്ലോഗ് പോസ്റ്റായ അൺഅറ്റാച്ച്ഡിനെ കുറിച്ചാണ്, അല്ലേ? അതെ. ദ ബോർഡർ ഓഫ് എ മൈൻഡിനെ അജ്മലിന്റെ വ്യക്തിപരമായ ചിന്തകളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്ന ഒരിടമാണല്ലോ. തീർച്ചയായും. എഴുത്ത്, കല, ഫോട്ടോകൾ, ഇതിലൂടെയെല്ലാം നമ്മളിലെ ആ ഒരു ജിജ്ഞാസയെ, ഒരു അത്ഭുത ബോധത്തെയൊക്കെ പരിവേഷണം ചെയ്യാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. ശരിയാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. പിന്നെ ശ്രദ്ധാജ്ഞാനം, അതായത് മൈൻഡ്ഫുൾനെസ്, വ്യക്തിഗത വളർച്ച, നമ്മുടെ ഉള്ളിലെ ആ ഒരു പാഷൻ കണ്ടെത്തുന്നത്, സാധാരണ നിമിഷങ്ങളിലെ സൗന്ദര്യം, ഇതൊക്കെയാണല്ലോ പ്രധാന വിഷയങ്ങൾ. അതെ അതെ. അപ്പോ ഈ അൺഅറ്റാച്ച്ഡ് എന്ന ആശയം അതെന്താണ് ശരിക്കും അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പോസ്റ്റിൽ അജ്മൽ പറയുന്നത്, നമ്മൾ ജീവിതത്തിലെ പല ഫലങ്ങളോടും ഒരു പ്രത്യേക ജോലി കിട്ടണം, അല്ലെങ്കിൽ ഇന്നയാളുമായൊരു ബന്ധം വേണം, അതുപോലെ ജീവിതം ഇങ്ങനെ തന്നെ പോകണം എന്നൊക്കെയുള്ള ചിന്തകൾ, ഇതിനോടൊക്കെ നമ്മൾ അറിയാതെ തന്നെ ഒരു മാനസികമായ അടുപ്പം, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കും. ശരിയാണ്. അപ്പോ ഈ അടുപ്പം കൂടുന്തോറും എന്താ പറയാ, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ അല്ലാതെ മാറുമ്പോൾ നമുക്ക് ദുരിതം കൂടും. അതാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. അത് വളരെ ശരിയാണ്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ വലിയൊരു വിഷമം തോന്നാറുണ്ട്. പക്ഷേ ഒരു സംശയം ചോദിക്കൂ. ഈ ഫലങ്ങളോട് ഒരു അടുപ്പം ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ലക്ഷ്യങ്ങളെ ദുർബലപ്പെടുത്തില്ലേ? അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒന്നിനും വേണ്ടി ശ്രമിക്കാതാവില്ലേ? അജ്മൽ അതെങ്ങനെയാ കാണുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. അജ്മൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ആൻഡ് അറ്റാച്ച്ഡ് ആവുക എന്നതിനർത്ഥം ഉദാസീനതയോ അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മയോ പരിശ്രമം ഇല്ലാതാക്കുകയോ അല്ല. മറിച്ച് മാറ്റം എപ്പോഴും സംഭവിക്കാം, കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുക. എന്നിട്ട് അയവോടെ, ഒരു തുറന്ന മനസ്സോടെ അതിനെ സമീപിക്കുക. അതാണ് ബുദ്ധിപരമായ മാർഗമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക. തീർച്ചയായും ശ്രമിക്കണം. പക്ഷെ ആത്യന്തികമായ ഫലം നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിലല്ല എന്ന ബോധ്യം വേണം. അപ്പോ പ്രതീക്ഷകളിൽ ഒരുപാട് ഊന്നൽ കൊടുക്കാതെ നമ്മുടെ പ്രയത്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണോ? അതെ, ഒരു തരത്തിൽ അങ്ങനെ പറയാം. പ്രതീക്ഷകളിൽ ഇങ്ങനെ മുറുകെ പിടിക്കുമ്പോഴാണ് പലപ്പോഴും നിരാശ വരുന്നത്. ശരിയാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തെ നമ്മുടെ പ്ലാനിനനുസരിച്ച് മാറ്റിയെടുക്കാൻ വാശി പിടിക്കുന്നതിന് പകരം ഇപ്പോഴുള്ള യാഥാർത്ഥ്യം എന്താണോ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ നമ്മുടെ ഊർജം ഉപയോഗിക്കണം എന്ന് അജ്മൽ നിർദ്ദേശിക്കുന്നു. ഇപ്പോഴത്തെ നിമിഷത്തിൽ ശ്രദ്ധിക്കുക. അതെ, ആ പ്രസന്റ് മൊമെന്റ് അവയർനെസ്, അത് ജീവിതത്തിലെ അപ്രതീക്ഷിതമായ കാര്യങ്ങളെ, ആ വളവ് തിരിവുകളെയൊക്കെ കൂടുതൽ ശാന്തമായിട്ട്, സൗമ്യമായിട്ട് സ്വീകരിക്കാൻ സഹായിക്കും. ഇത് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയാ, ഇത് ജീവിതത്തിൽ കൊണ്ടുവരാൻ കുറച്ചൊരു പരിശീലനം വേണ്ടിവരും, അല്ലേ? തീർച്ചയായും. എളുപ്പമല്ല. നമ്മൾ അറിയാതെ പലതിലും അറ്റാച്ച്ഡ് ആയി പോവുമല്ലോ. അതെ അതെ. അതൊരു നിരന്തരമായ ശ്രദ്ധയും പരിശീലനവും ആവശ്യമുള്ള ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അജ്മൽ പോലും അതിനെ അവതരിപ്പിക്കുന്നത് ഒരു യാത്ര പോലെയാണ്. ഇതൊരു എത്തിച്ചേരേണ്ട സ്ഥലമല്ല, മറിച്ച് ജീവിതത്തെ കാണാനുള്ള ഒരു രീതിയാണ്. സ്വയം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം. അതെ, സ്വയം കണ്ടെത്തലിന്റെയും മനുഷ്യ അനുഭവങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളുടെയും ഭാഗം. അദ്ദേഹത്തിന്റെ ബ്ലോഗിലെ മറ്റെഴുത്തുകളുമായിട്ടൊക്കെ ഇത് നന്നായി ചേർന്നു പോകുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഈ അൺഅറ്റാച്ച്ഡ് എന്ന ആശയം ജീവിതത്തിലെ മാറ്റങ്ങളെയും അനിശ്ചിതത്വങ്ങളെയും ഒക്കെ ഭയമില്ലാതെ നേരിടാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതുതന്നെ, അതാണ് അതിന്റെ കാതൽ. പിന്നെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ ചർച്ച മുഴുവനായും theborderofamind.com എന്ന ബ്ലോഗിലെ അജ്മലിന്റെ ആ എഴുത്തിനെ അടിസ്ഥാനമാക്കിയാണ്. അതെ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചിന്തകളെ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം. തീർച്ചയായും. അജ്മലിന്റെ തനതായ ശൈലിയിലുള്ള കൂടുതൽ എഴുത്തുകൾ വായിക്കാനും അദ്ദേഹത്തിന്റെ കല, മറ്റു ചിന്തകൾ, അദ്ദേഹം നിർമ്മിച്ച പോഡ്കാസ്റ്റുകൾ ഒക്കെ അറിയാനും താല്പര്യമുള്ളവർക്ക് theborderofamind.com സന്ദർശിക്കാവുന്നതാണ്. ഉറപ്പായും അതൊരു നല്ല അനുഭവമായിരിക്കും. പുതിയ ചിന്തകൾക്കും ഒരു കലാപരമായ ഉണർവിനുമൊക്കെ അതൊരു പ്രചോദനമായേക്കാം. അജ്മലിന്റെ മറ്റു രചനകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ വ്യാഖ്യാനങ്ങളുമായി ഞങ്ങൾ അടുത്ത ഭാഗങ്ങളിൽ വീണ്ടും വരാം. അതുവരെ കാത്തിരിക്കുക. ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു ചെറിയ ചിന്ത നിങ്ങൾക്കായി പങ്കുവെക്കട്ടെ. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ മുറുകെ പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും പ്രതീക്ഷകളോ ധാരണകളോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില വസ്തുക്കളോടോ ആളുകളോടോ ഉള്ള അടുപ്പമോ ഒക്കെയുണ്ടോ? അതൊന്ന് മെല്ലെ വിട്ടുകളഞ്ഞാൽ, അല്ലെങ്കിൽ അതിനോടുള്ള പിടിയൊന്ന് അയച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റമായിരിക്കും സംഭവിക്കുക? ഒന്ന് ആലോചിച്ചു നോക്കുക.
വീണ്ടും കാണാം. നന്ദി.